ഈ റൂട്ട് കനാൽ ട്രീറ്റ് ചെയ്ത പല്ല് എല്ലാത്തിനും ക്രൗൺ ഇടണോ എന്നുള്ളത് പൊതുവായിട്ട് പേഷ്യന്റ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. രണ്ട് ആസ്പെക്റ്റാണ്. റൂട്ട് കനാൽ എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. അതായത് ബാധിക്കപ്പെട്ട പല്ലിന്റെ പഴുപ്പ് എടുത്തു കളഞ്ഞ് ബാക്ടീരിയ കളഞ്ഞ് അതിനെ ഹീൽ ചെയ്യിപ്പിക്കാനായിട്ട് റൂട്ട് ഫില്ല് ചെയ്യണം. പക്ഷെ റൂട്ട് കനാൽ ചെയ്യേണ്ട വരുന്നത് പലപ്പോഴും മുകളിലത്തെ പല്ലിന്റെ ക്രൗൺ സ്ട്രക്ചർ പൊട്ടിയതുകൊണ്ടാണ്, അല്ലെങ്കിൽ കേടായതുകൊണ്ടാണ്. അപ്പൊ അത് ഓൾറെഡി 50% 40% ഡാമേജ് ആണ്. അപ്പൊ അതിന്റെ പുറത്ത് വെറുതെ വെച്ചാൽ ഒരു ഫില്ലിംഗ് വെച്ചാൽ ആ പല്ല് പിന്നെയും പോക്കാം. കാരണം ലോഡ് വരെ ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന്റെ പുറത്ത് ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ക്രൗൺ ഇടുന്നത്. അപ്പൊ അത് ഫങ്ഷണാലിറ്റിയാണ്. സോ റൂട്ട് കനാൽ എന്ന് പറയുന്നത് ബയോളജിക്കലാണ്, മറ്റത് ഫങ്ഷണാലിറ്റിയാണ്. അപ്പോ ക്രൗൺ എന്ന് പറയുന്നത് ഒരു ഹെൽമെറ്റ് തുല്യമാണ്. അതായത് പിന്നെ പൊട്ടാതെ ഇല്ലെങ്കിൽ പൊട്ടണേന്റെ ചാൻസ് കുറയ്ക്കാനായിട്ട്. റൂട്ട് കനാൽ ചെയ്യുന്ന പല്ല് എല്ലാം തന്നെ ക്യാപ്പിടുന്നതല്ല, സ്ട്രക്ചറൽ ലോസ് ഉണ്ടെങ്കിൽ ക്യാപ്പിടണം. അല്ല ക്രൗൺ എന്ന് പറയുന്നത് ചിലപ്പോ ഫ്രണ്ടിലത്തെ പല്ല് കളറിന്റെ ചേഞ്ച് എന്തെങ്കിലും ക്രൗൺ എടുത്തിട്ട് വരും. അല്ല ഡാമേജ് ഇല്ല, പക്ഷെ ഉള്ളിൽ നെക്രോട്ടിക് ആയില്ലെങ്കിൽ ഡാമേജ് പോകണമെങ്കിൽ മാത്രം റൂട്ട് കനാൽ ചെയ്തിട്ട് ക്യാപ്പ് ഇടാതെ കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ പൊതുവായിട്ടുള്ള ഒരു കൺസെൻസസ് റൂട്ട് കനാൽ ചെയ്യുന്ന പല്ല് ക്രൗൺ ചെയ്താൽ അതിന്റെ ലൈഫ് കുറച്ചും കൂടെ നീണ്ടു വരും. അപ്പോ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ഈസ് ദ പ്രസന്റേഷൻ. എന്ത് കാരണം കൊണ്ടാണ് ഈ റൂട്ട് കനാൽ എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതെന്നനുസരിച്ച് വേണം റൂട്ട് കനാൽ ചെയ്യുന്ന പല്ല് ക്രൗൺ ചെയ്യാനും എന്ത് മെറ്റീരിയൽ കൊണ്ട് ക്രൗൺ ചെയ്യണം എന്നുള്ള ഡിസിഷനും ബേസ് ചെയ്യാൻ.